ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ജോസഫും അതുപോലെ തന്നെ നമ്മുടെ അനിയൻകുട്ടനും. അപ്പോൾ വിക്രത്തിനെ കണ്ടില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരതി നടക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഇങ്ങനെ തപ്പി അവസാനം എത്തിയിരിക്കുകയാണ്. അപ്പം അല്ല, ആ കുട്ടി എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പറഞ്ഞയച്ചതാണോ എന്നാണ് ആ വേദയ്ക്കറിയേണ്ടത്. അവൻ്റെ ചേട്ടൻ വിശ്വം ഇവിടെ നേരിട്ട് വന്നിരുന്നു. സാർ എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞയച്ചാന്നാണ് ഞങ്ങളും കരുതിയത് എന്ന് ജോസഫും അനിയൻകുട്ടനും പറയുക. നാട്ടുകാർ മുഴുവൻ അങ്ങനെ നരിക്കുമോടോ പൊളിക്കാം. അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതാണെങ്കിലും അതിനും നമ്മൾ സപ്പോർട്ട് ചെയ്താണെന്നേ നാട്ടുകാർ വിചാരിക്കൂ. സാറേ, എനിക്കൊരു സംശയമുണ്ട് എന്ന് പുളിക്കൻ ഇങ്ങനെ പറയാം. എന്താ? അല്ല സാറേ, ഇനിയിപ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം പണി വെച്ചതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അവനോ? അതിനുള്ള ധൈര്യം ആർക്കാ? അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ജോസഫും പറയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അച്ഛനെയും അമ്മയും വരെ അടിച്ചു വീഴ്ത്താൻ പലരും നോക്കിയതാ. അപ്പം പിന്നെ ഇവൻ്റെ കാര്യത്തിൽ അതെ സാറേ, അവൻ നമുക്ക് വേണ്ടിയിട്ട് പലരുമായിട്ട് തല്ലി പിടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ആ പാർട്ടിക്കാരൻ്റെ വീട്ടിൽ കയറി എന്ന് പറഞ്ഞു കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ശ്രീനിവാസൻ ആലോചിക്കുമ്പോൾ എല്ലാം ആലോചിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ പിള്ളേരെ വിട്ടൊന്ന് തിരക്കാൻ പാടില്ലായിരുന്നോ? അവർ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് സാർ. സാറേ, അല്ല, ആ അഭിലാഷ് എവിടെയാണെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് ജോസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ, പൊളിക്കാം, ആ വേഗം തന്നെ ഉണ്ണിയോട് ആ അഭിലാഷ് എവിടെയാണെങ്കിലും അവനെ പൊക്കിയിരിക്കണം. നമ്മുടെ വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അയ്യോ സാറേ, വിക്രം എന്നുടനെ അനിയൻകുട്ടൻ, പേടിക്കണ്ട, വിക്രത്തിനൊന്നും സംഭവിക്കില്ല, അവൻ വയറ് മണി പോലെ ഇങ്ങ് വന്നോളും എന്ന് ശ്രീനിവാസൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പുളിക്കൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പോൾ ഉണ്ണിയാണ് വിളിച്ചത്. എന്താ എന്നിങ്ങനെ ചോദിച്ചു. വേഗം തന്നെ പറഞ്ഞു കാര്യങ്ങളൊക്കെ. ആണോ? എവിടെ വെച്ച്? എന്താ എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ മൂന്നുപേരോട് നിൽപ്പുണ്ട്. പുള്ളിക്കൻ ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞ് വന്നിട്ട്, അതെ, ഉണ്ണിയാണ് വിളിച്ചത്. വിക്രത്തിൻ്റെ ബൈക്ക് കണ്ടു അത്രേ. ആ ഹൈവേയുടെ സൈഡിൽ വെച്ചാൽ കണ്ടതെന്നാണ് പറഞ്ഞത്. ഹൈവേയുടെ ആ ഇടവഴിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ബൈക്ക് മറിഞ്ഞ് കിടക്കുമായിരുന്നു അത്രേ. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇത് പണി തന്നെയാണല്ലോ പുളിക്ക എന്ന് പറഞ്ഞു. അതെ, അത് തന്നെയാണ് സാറേ എന്ന് പറഞ്ഞു. എങ്കിലും അവനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാണുമോ? എത്രയും വേഗം തന്നെ ആ അഭിലാഷിനെ കണ്ടെത്തണം. പ്ലാൻ ചെയ്ത് തന്നെ നടപ്പാക്കിയതാണ്. എന്നാൽ നിങ്ങൾ വേഗം ചെല്ല്. പുളിക്കൻ വേഗം തന്നെ ചെന്ന് എന്താ കാര്യങ്ങളെന്ന് വേഗം അന്വേഷിക്കാൻ. അവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം ആരോ ചെയ്തതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ. പിന്നെ കാണുന്നത് നന്ദിനിയാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം വിനായകൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. നിങ്ങൾ എവിടെയായിരുന്നു? ഒരു വിക്രത്തെ അന്വേഷിച്ച് പോയതാ. ഓഹോ, എന്തിനാ മനുഷ്യ, നിങ്ങൾക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവൻ രണ്ടും അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് അവനിങ്ങ് വന്നോളും. അതെങ്ങനെ നിനക്കറിയാം? അവൻ നേരത്തെ പറഞ്ഞില്ലേ അവന് താലി കെട്ടാൻ താല്പര്യമില്ലാന്നും. അതുകൊണ്ട് അവൻ മാറി നിൽക്കുന്നതായിരിക്കും. എങ്കിലും വീട്ടിലുള്ളവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പോകാതിരിക്കുന്നത്? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? മനഃപൂർവ്വം തന്നെ മാറുന്നതാ എന്ന് നന്ദിനി ഇങ്ങനെ ഉറപ്പിച്ച് പറയാം. അതെ, അവന് എന്നിട്ട് ഈ കല്യാണമൊന്ന് മുടങ്ങട്ടെ, എന്നിട്ട് വേണം എനിക്ക് അവളെ ഒന്ന് കാണാൻ. അവൾ എന്നോട് എന്താ പറഞ്ഞത്? അവളുടെ കല്യാണം മുടങ്ങിയാൽ ഞാൻ തീ പൊള്ളിച്ചാവൂന്ന്. നമ്മുടെ വേദ അങ്ങനൊന്നും പറയില്ല. എന്ന് മുതലാ നിങ്ങളുടെ വേദയായത്? എടി, അതല്ല, നമ്മളുടെ വീട്ടിലെ അത് വേണ്ട. അവളെ താലിയൊക്കെ അഴിച്ചു വെച്ച് നാളെ കെട്ടാൻ റെഡിയായിട്ട് നിൽക്കുമല്ലേ വീട്ടുകാരുടെ മുന്നിൽ. അതിനുശേഷം അവളുടെ താലി കെട്ടാൻ അവൻ വന്നില്ലെങ്കിൽ എന്തിൻ്റെ പേര് പറഞ്ഞ് അവളിവിടെ നിൽക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അവളുടെ വീട്ടുകാർ സമ്മതിക്കുമോ? ഒന്നും സമ്മതിക്കില്ല. ഇനി അവൾ ഈ വീടിന് പുറത്ത് തന്നെയാണ്. അവൻ നോക്കൂ, എന്താണെങ്കിലും നാളെ കഴിഞ്ഞ് അവൻ മടങ്ങി വരുള്ളൂ. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നതാ? അല്ല, നിൻ്റെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നീയാണോ ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒന്ന് പോ മനുഷ്യ, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നയാളാണോ വിക്രം എന്ന് ചോദിച്ചു. അയ്യോ, വലിയ സംശയമായിട്ട് വന്നിരിക്കുന്നു. ദേ, അവക്കുണ്ടല്ലോ, എത്ര ശ്രമിച്ചാലും അവൾ ഈ വീട്ടിലെ ആളാകാനും പോകുന്നില്ല. ഉറപ്പ്. ഊരിയ താലി മാലയിൽ കോർത്തി കഴുത്തി കെട്ടാൻ അവക്ക് യോഗം ഉണ്ടാവില്ല. ഉറപ്പ് എന്ന് പറഞ്ഞു. കൂടുതൽ അന്വേഷണത്തിൽ നിൽക്കാതെ ഒരു ഭാഗത്ത് നിൽക്ക് നിങ്ങൾ. അത് തന്നെയാണ് നല്ലത്. അതെ, നിങ്ങളിനി ആവശ്യമില്ലാത്ത പറയരുത്. അല്ലെങ്കിൽ തന്നെ എനിക്കില്ലാത്ത കുറ്റമില്ല. ഇനി ഞാൻ ഉറപ്പിച്ചു വെച്ചാന്ന് വരെ പറയും. അപ്പം അച്ഛമ്മ വിളിക്കുകയാണ്. വിനായക, തുടങ്ങി, ചെല്ല് വേഗം ചെല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ വിനായകൻ നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അച്ഛമ്മയും കമലയും വേദിയും ഒക്കെ ഉണ്ട്. എന്താ അച്ഛമ്മ വിളിച്ചത്?
ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? ഞാൻ അന്വേഷിച്ചു, എന്നിട്ട് വിവരം ഒന്നും കിട്ടിയില്ല. നല്ല ബെസ്റ്റ് അന്വേഷണം. എടാ, നാളെ ഒരു ചടങ്ങ് നടക്കാനുള്ള വീടാ. ആ ചടങ്ങിന് പങ്കെടുക്കേണ്ടവൻ ഇവളെയും അപ്പുമോളെയും വഴിയിലിറക്കി വിട്ടിട്ട് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. എന്താ അതിനർത്ഥം? അവനതിന് താല്പര്യമില്ലെന്ന്, അല്ലെങ്കിൽ അവനെ കാണാനില്ല. എങ്ങനെ പറയില്ലടാ, പേടിയാവുന്നോ? അല്ല, വീട്ടിലും നാട്ടിലും കാണാത്ത ആളെ പിന്നെ എങ്ങനെ പറയണം? നീ എവിടെയാണ് അന്വേഷിച്ചത്? സാധാരണ വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചു. 2 ദിവസമായി അവിടെ ചെന്നിട്ടില്ല. പിന്നെ വിശ്വമാര ആശ്രയക്കാരൻ്റെ വീട്ടിലും അന്വേഷിച്ചമ്മേ, അവിടെയും ചെന്നിട്ടില്ല. അപ്പോൾ അവൻ മനഃപൂർവ്വം മാറിയതാ. എന്താടാ, അവൻ മനഃപൂർവ്വം മാറി നിൽക്കുമോ? അപ്പം നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. ഇവർ പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യം. വാശിക്ക് പിന്നെ ഒരു താലി കെട്ടിപ്പോയി എന്നുള്ളത് അബദ്ധമായി എന്ന് വിചാരിക്കുന്നവനാ. അതവൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കുമോ? ഇതവൻ മുങ്ങിയത് തന്നെയാണ്. എൻ്റെ ഈശ്വരാ, ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അവരും നമ്മൾ വിരിച്ചവരും ഒക്കെ എത്തുമ്പോൾ നമ്മൾ എന്താ പറയുക? എന്തിനാ അമ്മ അപ്പം എല്ലാവരെയും വിളിക്കാൻ പോയതാ? നന്ദിനി, മിണ്ടാതിരി. ഓ, അല്ലെങ്കിലും ഞാൻ മിണ്ടുന്നില്ല. സത്യം പറയുന്നവരോടാണല്ലോ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ വേദ എങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. മോളെ വേദേ, അവൻ ഇനി മനഃപൂർവ്വം തന്നെ ആയിരിക്കുമോ? അമ്മ വിഷമിക്കാതെ, അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. നാളെയല്ലേ ചടങ്ങ്. വിക്രം എന്താണെങ്കിലും വന്നിരിക്കും, അത് ഉറപ്പുണ്ട് എന്ന് വേദ പറഞ്ഞു. എന്തിനാ വേദ ആളുകളുടെ മുന്നിൽ നാണം കെടാൻ നിൽക്കുന്നത്? ഇന്ന് തന്നെ എല്ലാവരെയും വിളിച്ച് സംഗതി നടക്കില്ല എന്നറിയിക്കുന്നതാ നല്ലത്. എങ്ങാനും അവൻ മാറി നിന്നാണെങ്കിൽ അച്ഛനായിരിക്കും ആളുകളുടെ മുൻപിൽ തലതാഴ്ക്കുന്നത്. അതെ, അത് സഹിക്കാൻ അമ്മയെ കൊണ്ട് പറ്റുമോ? അത് പറ. ഓ, എന്തായാലും അമ്മായിയമ്മയോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നന്ദിനി. അത് മതി, മോള് ചെല്ലാം. ഈ ചടങ്ങ് എങ്ങനെ നടത്തും, അവരെ എങ്ങനെ ഇവിടെ എത്തിക്കാമെന്നും ഞങ്ങൾ ആലോചിക്കട്ടെ. ആയിക്കോട്ടെ, കണ്ടു കിട്ടിയാൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണേ. ഓ, നാളെ ഉടുക്കാനുള്ള സാരി ഒന്നും ചെയ്യാൻ അച്ഛമ്മേ. ആയിക്കോട്ടെ, ശരി എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് പോയി. അപ്പോൾ വിഷയം അവിടെ നിൽക്കുക. എന്നാൽ നീ അങ്ങ് ചെല്ല്, അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ കോപിക്കും. അപ്പോൾ വിനായകനും ചെന്നു. അച്ഛമ്മ, മോളെ വേദേ, എന്താ അച്ഛമ്മേ? ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? അപ്പോൾ വേഗം നന്ദിനിയെ നോക്കി. നീ നന്ദിനിയെ വിട്ടേക്ക്. അതെ, അവനെ ഇവിടുന്ന് മാറ്റി നിർത്താനുള്ള ത്രാണിയൊന്നും അവൾക്കുണ്ടാവില്ല. വീട്ടിൽ ഇതിനെതിരെ നിൽക്കുന്നത് ആരാ? ശ്രീകാന്തേട്ടന് താല്പര്യമില്ല. എന്നിട്ട് നീ ഏട്ടനെ ഒന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഒന്ന് ചോദിക്കാം. അവരുമായിട്ട് ഇനി എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അറിയാമെങ്കിൽ അറിയില്ല എന്ന് പറയും. കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു എന്ന മട്ടിൽ സംസാരിക്കുകയാണെങ്കിൽ അവരാദ്യമൊന്ന് പതറിയെന്ന് വരും. അവരാണ് അവരെ മാറ്റിയതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നീ വിളിക്കുക എന്നിട്ട് ഫോൺ സ്പീക്കറിലിടും. അപ്പം നമ്മുടെ വേദ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. എന്താടി എന്ന് ചോദിച്ചു ശ്രീകാന്ത് എടുത്തപടി. പതിവില്ലാതെ ഈ ഫോണിലേക്ക്. അല്ല, നാളത്തെ ചടങ്ങിന് നേരിട്ട് വിളിക്കാനായിട്ടാണോ? അത് നടക്കാതിരിക്കാൻ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഞാനായിട്ട് ക്ഷണിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ മനസ്സിലായില്ല? വിക്രം എവിടെയാ ശ്രീയേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ശ്രീകാന്ത് പതറിപ്പോയി കേട്ടോ. എന്താ പറ്റിയ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല, മിണ്ടിയില്ല. എന്താ, നീയല്ലേ വീടും വീട്ടുകാരെ ഉപേക്ഷിച്ച് ആ താലിയും പിടിച്ചോണ്ട് അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്നത്? എന്നിട്ട് അവൻ എവിടെയാണെന്ന് എന്നോടാണോ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നാലും വേദേ, നീ മുത്തശ്ശിയും അമ്മയും ഒക്കെ സമ്മതിച്ച് എല്ലാവർക്കും മുൻപിൽ പേരിനൊരു വിവാഹ ചടങ്ങ് നടക്കുമ്പോൾ നിനക്ക് പേരിനെങ്കിലും എന്നെയും വർഷേനെയെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നു. പോട്ടെ, എന്നെ അറിയിച്ചില്ലെങ്കിലും ഒരു ഏട്ടത്തിയുടെ സ്ഥാനം നൽകി വർഷയോട് പറയാമായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവൾ ഗർഭിണിയായിട്ടിരിക്കുന്നതല്ലേ. പിന്നെ എന്താണെങ്കിലും ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല. പക്ഷേ വർഷ വരും. അതുതന്നെയാണ്, മുത്തശ്ശിയും അമ്മയും ദീപ്തിയും വരുമ്പോൾ അവളോട് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും തടയാൻ നിൽക്കില്ലായിരുന്നു എന്നോട് ശ്രീകാന്ത് പറഞ്ഞു. പിന്നെ നീ ഇപ്പോൾ വിളിച്ചിട്ട് വിക്രം എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവൻ്റെ കാര്യം ഞാൻ അന്വേഷിക്കാറില്ല. ഒരിക്കൽ നിന്നെ ഗേറ്റിന് മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് അവൻ കമ്പനിക്കെതിരെ നിന്നെക്കൊണ്ട് സത്യാഗ്രഹം നടത്തിപ്പിക്കും എന്ന് പറഞ്ഞവനാ അവൻ. എന്താണെങ്കിലും പിന്നെ അന്നത്തോടെ ഞാൻ അവനെ വിട്ടതാ. ഇനി അവനുമായിട്ട് എനിക്ക് ഈ ജീവിതത്തിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത്. അവൻ എവിടെയാണെന്ന് നീ ആ ശ്രീകാര്യം ശ്രീനിവാസനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എൻ്റെ ഈശ്വര, ഞാൻ എന്തെല്ലാം കേൾക്കണം ഇനി എന്ന് ചോദിച്ച് കമല. അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ, അമ്മ വിഷമിക്കാതെ. ശ്രീനിസാറിന് എന്തെങ്കിലും കാര്യത്തിനാണ് വിക്രം പോയിരിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളോട് അദ്ദേഹം പറയും. അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ
അവൻ നന്ദിനി പറഞ്ഞതുപോലെ സ്വയം മാറി നിൽക്കുകയാണെന്നാണോ മോളെ? അല്ല അമ്മേ, അങ്ങനെ സംഭവിക്കില്ല. വിക്രത്തിന് തറവാട്ടി വെച്ച് താലി കെട്ടാനോ ചടങ്ങിനോ ഒന്നിനും എതിരുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഈ ചടങ്ങ് കൊണ്ട് എന്ത്? ഞാൻ ഇവിടെ വന്നപ്പോഴുള്ള വിക്രം തന്നെയാണ് ഇപ്പോഴും. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വരും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല ദമ്പതികളായിട്ട് തന്നെ ജീവിക്കും. നീ ഒരിക്കൽ കൂടി അവൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേദ ഫോൺ എടുത്തു. ദേ ഇത് നോക്കിക്കമ്മേ, ജീന ഇന്നലെ രാത്രി എന്നെ 3-4 തവണ വിളിച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും അത്യാവശ്യമായിരിക്കുമോ? ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് കളിക്കുമായിരുന്നു, അതായിരിക്കും കിട്ടാതിരുന്നത്. കോൾ അലേർട്ട് കിടക്കുന്ന കണ്ടോ? ഇപ്പോഴാണ് ഞാനിത് കാണുന്നത്. എന്തായിരിക്കും കാരണം? അവൾ ആ സമയത്ത് വിളിക്കാൻ കാരണം എന്താണേലും വിളിച്ച് ചോദിക്കേ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ? അപ്പോൾ വേഗം ജീനയുടെ ഫോണിലേക്ക് വിളിച്ചു. ജീന ആദ്യം ഫോൺ കട്ടാക്കി, രണ്ടാമത് പിന്നെയും വിളിച്ചു നോക്കി. അപ്പോൾ വീണ്ടും ജീന ഫോൺ എടുത്തിട്ട്, ഹലോ ജീന, എന്തിനാ ഇന്നലെ 2 തവണ വിളിച്ചത്? അല്ല 3-4 തവണ ഉണ്ടായിരുന്നല്ലോ. എപ്പോ? 3-4 തവണ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അയ്യോ അത് ഞാൻ ഓർക്കുന്നില്ല. ഒരു തവണ മാത്രമാണ് വിളിച്ചിരുന്നെങ്കിൽ സാധാരണ എന്തെങ്കിലും കാര്യമായിരിക്കും. ഇത് 3-4 തവണ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു സീരിയസ് കാര്യം തന്നെയാണ്. സത്യം പറ. മറക്കാൻ വഴിയില്ല ജീന. വിക്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ ജീന ഇപ്പം പറയണം, അല്ലെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. അതറിയാവല്ലോ. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്തും എൻ്റെ വഴി സ്വീകരിക്കും. അതെ ചേച്ചി, വേണമെങ്കിൽ രാധയെ വിളിക്കാം, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ജീന ഫോൺ കട്ടാക്കി. രാധയെ വിളിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ വേദ രാധയുടെ ഫോണിലേക്ക് വിളിച്ചു. രാധ വേഗം ഫോൺ കട്ട് ചെയ്യുക മാത്രമല്ല സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വേഗം അച്ചമ്മ പറഞ്ഞു, ഇപ്പം കാര്യം മനസ്സിലായി. നീ വേഗം വാ മോളെ, ഇനി നമുക്കിത് നേരിട്ടങ്ങ് ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞു അച്ചമ്മ. വേഗം റെഡിയായി ഇറങ്ങാം. ഇനിയാണ് അച്ചമ്മയുടെ ആക്ഷൻ നീ കാണാൻ പോകുന്നത്. വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വേദയും അച്ചമ്മയും റെഡിയായി. പിന്നെ കാണുന്നത് അയ്യപ്പനെയാണ്. നമ്മുടെ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് രാധ അങ്ങോട്ടേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പം മാലതി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എവിടെ ഇതിൻ്റെ അമ്മ? അമ്മ തൊഴിലുറപ്പിന് പോയി കാണും. ഓ, അവൾ രാവിലെ തന്നെ ഇറങ്ങിയോ? പിന്നെ അച്ഛനെ പോലെ ഇങ്ങനെ തേരാപ്പാര നടന്ന കാര്യങ്ങൾ വല്ലതും നടക്കുമോ? അതിന് വേണ്ടിയിട്ട് അമ്മ പോയാ. നീ അങ്ങോട്ടാ? നിന്നോടൊരു കാര്യം ചോദിക്കണം. ഇന്നലെ രാത്രി മുഴുവൻ നീ എവിടെ പോയതാ? ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാണല്ലോ നീ. അത് പിന്നെ ഒരു ആക്സിഡൻറ്റ്, ഒരു ആശുപത്രി കേസുമായിട്ട് പോയതാ. ആർക്ക്? അത് പിന്നെ ജീനയ്ക്ക് അച്ഛാ, ഹോസ്പിറ്റലിലാണ്. ഇപ്പം നീ അങ്ങോട്ട് പോവാ. ഈ കയ്യിലെന്താ? ഫുഡാ. അവൾക്കുള്ള ഫുഡുമായിട്ട് പോവാ. പാവം കുട്ടി, ആരുമില്ലാത്തതല്ലേ. എന്നാൽ നീ വേഗം ചെല്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ഇങ്ങനെ പറഞ്ഞയക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ജീന ഓട്ടോറിക്ഷയുമായിട്ട് കറക്റ്റ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത്. അപ്പോഴേക്കും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അയ്യപ്പൻ ഇറങ്ങി വന്നിട്ട്, ഇവക്കല്ലേടി നീ സുഖമില്ല ഹോസ്പിറ്റലാന്ന് പറഞ്ഞത്? എങ്ങോട്ടടി നീ പോയത്? എന്നോട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോ എന്ന് ചോദിച്ച് അടിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ വേണ്ട അയ്യപ്പേട്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയ്യപ്പ എന്നൊരു വിളി കേൾക്കുന്നത്. നമ്മുടെ അച്ചമ്മയും വേദയും ജീനയുടെ ഒപ്പം വണ്ടിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞെട്ടിത്തരിച്ച് രാധ ഇങ്ങനെ നിൽക്കുകയാണ്. വേഗം അങ്ങോട്ടേക്ക് വന്നു. എന്താ അയ്യപ്പ ഇത്? എന്തിനാ രാവിലെ തന്നെ ഫിറ്റാണോ? അങ്ങനെയൊന്നും ഇല്ല എൻ്റെ അമ്മണിയമ്മേ. ഇവളെൻ്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. അപ്പം എനിക്ക് ദേഷ്യം വന്നു, അത്രയേ ഉള്ളൂ. ഒരു കള്ളം ഒളിക്കണമെങ്കിൽ വീണ്ടും കള്ളം പറഞ്ഞല്ലേ പറ്റുമോ? അല്ലേ രാധേ? ശരിയല്ലേ? അപ്പം രാധ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അപ്പം മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ? എൻ്റെ പൊന്നയ്യപ്പ, നിൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞു. ഇവൾ ഇന്നലെ ഒരു നല്ല കാര്യം ചെയ്തു, ഒപ്പം ഒരു ചീത്ത കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടി വിക്രത്തിന് ഇന്നലെ രാത്രി ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഇവളും ജീനയും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത് വലിയ നല്ല കാര്യം. പക്ഷേ അതാരോടും പറയാതെ ഇവള് അവനെ ഒളിപ്പിക്കാൻ നോക്കി. അതൊരു മോശം കാര്യമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ പ്രത്യേകിച്ചും നാളെ അവനും ഈ കൊച്ചും തമ്മിലുള്ളൊരു ചടങ്ങ് നടക്കാനിരിക്കുമ്പോൾ അത് വളരെ മോശമല്ലേ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ജീനയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാമായിരുന്നു. പക്ഷെ കാര്യങ്ങൾ നിൻ്റെ വീട്ടിലറിയിച്ചിട്ട് നിന്നെയും കൂട്ടി പോകാമെന്ന് ഞാൻ ആ അച്ചമ്മയോട് പറഞ്ഞത്. എടി എന്ന് പറഞ്ഞ അയ്യപ്പൻ വീണ്ടും കയ്യോങ്ങി. വേണ്ടയ്യപ്പ, ഒന്നുമില്ലെങ്കിലും എൻ്റെ കൊച്ചുമോന് വേണ്ടി രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞിരുന്നതല്ലേ, തള്ളേണ്ട. വാ ഇങ്ങോട്ട്. എമ്മാതിരത്തെ പോക്കൃത്തരവുമായി ഇനി നടന്നാ നിന്റെ ചെവി പിടിച്ച് ഞാൻ പൂരം കാണിക്കും എന്ന് പറഞ്ഞ് അച്ചമ്മ ചെവി പിടിച്ച് രാധയെ കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്.
അപ്പോൾ വിക്രത്തിൻ്റെ തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ തലയിൽ പുറകിൽ മുറിവൊക്കെ ഉണ്ട്. വിക്രം പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് ഫോൺ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ നോക്കുമ്പോൾ അവിടുത്തെ ടേബിളിനടിയിലുണ്ട്. ഇന്നലെ രാധയോട് ചോദിച്ചു ഫോൺ എവിടെയാണെന്ന് ചോദിച്ചപ്പം അയ്യോ അത് വരുന്ന വഴിക്ക് വീണ് പോയി കാണും, എന്നാൽ നീ ഒന്ന് വിളിക്കുക പറഞ്ഞപ്പോൾ വിളിച്ചു. അന്നേരം സ്വിച്ച് ഓഫാണ്, എന്നാൽ നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കണം എന്ന് പറഞ്ഞിരുന്നു. രാധ മനഃപൂർവ്വം തന്നെ ആ ഫോൺ എടുത്ത് ഒളിപ്പിച്ച് വെച്ചതെന്ന് നമ്മുടെ വിക്രത്തിന് മനസ്സിലാകുകയാണ് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.